ലവ് ഉണ്ട്, ബട്ട് സ്റ്റിൽ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. എല്ലാ റിലേഷൻഷിപ്പിലും ലവ് ഉണ്ടായിരിക്കും, പക്ഷേ അത് ഫീൽ ചെയ്യുന്ന രീതി എല്ലാവരുടേതും ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾ ചിലപ്പോൾ ഐ ലവ് യു എന്ന് പറയുന്ന സമയത്ത് ഹാപ്പി ആകുന്ന ആളായിരിക്കും, എന്നാൽ മറ്റേ ആൾ ചിലപ്പോൾ ടൈം വേണ്ടി വരും, കെയർ വേണ്ടി വരും, ടച്ച് വേണ്ടി വരും. ഇതിനോടൊക്കെ ഫീൽ ചെയ്യുന്ന ആളായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറയുന്നത്. ഇതിനെയാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു 5 മെയിൻ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് ഞാൻ പറയാം. ഇതിൽ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ, വേർഡ്സ് ഓഫ് അഫർമേഷൻ. നല്ല വാക്കുകളിലൂടെ ലവ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. സെക്കൻഡ് വൺ, ക്വാളിറ്റി ഓഫ് ടൈം. നല്ല ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ ലവ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. തേർഡ് വൺ, ആക്ട് ഓഫ് സർവീസ്. അവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ ലവ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഫോർത്ത് വൺ, ഗിഫ്റ്റ്. ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുന്നതിലൂടെ ലവ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ, ഫിസിക്കൽ ടച്ച്. ഒരു ഹഗ്ഗോ ഒരു ടച്ചോ ഇതിലൂടെയൊക്കെ ലവ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇവിടെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ ലാംഗ്വേജിലായിരിക്കും ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിൻ്റെ ലവ് ലാംഗ്വേജ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അവരത് ഫീൽ ചെയ്യുന്നത് വേറെ ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഇത് ശരിക്കും അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവർക്കത് ഫീൽ ചെയ്യാഞ്ഞിട്ടാണ്. സോ കറക്റ്റായ ലാംഗ്വേജിൽ പറഞ്ഞാൽ ലവ് മാത്രം പോരാ, ഹേർട്ടും കൂടി കണക്റ്റ് ആണെന്നർത്ഥം. നമ്മുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് കൂടി നമുക്ക് മനസ്സിലാകണം എന്നർത്ഥം. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് കമന്റ് ബിലോ. താങ്ക് യു.